1979 നവംബർ 20 അതൊരു ഇസ്ലാമിക് കലണ്ടറിലെ മുഹറം 1 ഒരു പുതിയ വർഷം തുടങ്ങുകയായിരുന്നു. പതിവ് പോലെ അന്നും മസ്ജിദുൽ ഹറമിൽ ഒരുപാട് വിശ്വാസികൾ അന്നത്തെ സുബ്ഹ് നമസ്കാരത്തിനു വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് ഇമാം സലാം വീട്ടിയതോടുകൂടെ മസ്ജിദുൽ ഹറമിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി വെടിയൊച്ചകൾ ഉയർന്നു കേൾക്കുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് അവിടെ കൂടിയിരുന്ന 50,000-ലധികം ആളുകളെ ബന്ദികളാക്കുകയും അവിടെ ഉണ്ടായിരുന്ന അവരെ എതിർക്കാൻ ശ്രമിച്ച പോലീസുകാരെ മുഴുവനും വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. ഒട്ടും വൈകിയില്ല, മസ്ജിദുൽ ഹറമിലെ 10-40 വാതിലുകൾ മുഴുവനും ഈ ഭീകര സംഘം വലിയ ചെങ്ങലകൾ കൊണ്ട് ബന്ധിക്കുകയും അത് പൂർണ്ണമായും അടച്ചിടുകയും ചെയ്യുകയാണ്. മസ്ജിദുൽ ഹറമിലെ മുഴുവൻ മിനാരങ്ങളിലും അതിവിദഗ്ധരായ സ്നൈപ്പർമാരെ നിയോഗിച്ച് ഒരാളെപ്പോലും അവിടേക്ക് കടക്കാനാവാത്ത വിധം സുരക്ഷാ കവചങ്ങൾ ഒരുക്കി ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും ബന്ദികളാക്കിക്കൊണ്ട് ഒരു സായുധ ആക്രമണത്തിന് അവിടെ തുടക്കം കുറിക്കുകയാണ്. തവാഫും നിസ്കാരങ്ങളും ഇല്ലാതെ നിശ്ചലമായി പോയ ഒരു കറുത്ത ചരിത്രം കൂടിയുണ്ട് നമ്മുടെ മസ്ജിദുൽ ഹറമിനും കഅബക്കുമെല്ലാം. ആരായിരുന്നു ആ ഭീകരാക്രമണത്തിന് പിന്നിൽ? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? കടുത്ത സുരക്ഷയുള്ള ഈ മസ്ജിദുൽ ഹറമിലേക്ക് എങ്ങനെയാണ് അവരിത്രയും മാരകായുധങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ എത്തിച്ചത്? ചരിത്രത്തിലെ വളരെ അവിസ്മരണീയമായ, പലരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത മക്ക സംഘട്ടനത്തിൻ്റെ കണ്ണീരണിഞ്ഞ ചരിത്ര ഏടുകളിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. വരൂ, കഥയിലേക്കിരിക്കാം. ഖാലിദ് ബിൻ അബ്ദുൽ അസീസ് സൗദി ഭരിക്കുന്ന കാലമാണ് 979. സൗദി ആധുനിക ലോകത്തിനൊപ്പം സഞ്ചരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലം. $1 കുഴിച്ചെടുക്കുന്ന പാശ്ചാത്യ സംസ്കാരങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ സൗദിയും സഞ്ചരിച്ചു തുടങ്ങുന്ന കാലമായിരുന്നു അത്. ആ സമയത്താണ് ഇതുപോലെയുള്ള ഒരു ആക്രമണം സംഭവിക്കുന്നത്. ആരായിരുന്നു ഇതിൻ്റെ പിന്നിൽ? ജുഹൈമാൻ അൽ ഉത്തൈബി എന്നതാണ് ഈ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അൽ ഇഖ്വാൻ ഗ്രൂപ്പാണ് ഈ ഒരു സായുധമായ ഭീകരാക്രമണം മസ്ജിദുൽ ഹറമിൽ വെച്ച് നടത്തിയത്. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തായിരുന്നു എന്ന് പറഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. സൗദി ഭരണകൂടം അത് വളരെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യ ലോകത്തിനൊപ്പം സഞ്ചരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാഥാസ്ഥികമായ ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ അവർ തകർക്കുകയാണ്. സ്ത്രീ സ്വാതന്ത്ര്യവും ടെലിവിഷൻ അംഗീകാരവും തുടങ്ങിയ ഒരുപാട് കാരണങ്ങൾ ജുഹൈമാൻ അൽ ഉത്തൈബി എന്ന യാഥാസ്ഥികമായ ഇസ്ലാം വിശ്വാസിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ സ്വാഭാവികമായ പല ക്രമീകരണ മാറ്റങ്ങളിലും വിരളി പൂണ്ട ആ മനുഷ്യൻ തൻ്റെ അതേ ചിന്താഗതിക്കാരായ കുറച്ച് അനുയായികൾ ഒരുമിച്ച് കൂട്ടുകയും സൗദിയുടെ അതിർത്തി ഗ്രാമമായ മൊണ്ടസ എന്ന ഗ്രാമത്തിൽ അവർ മാസങ്ങളോളം തമ്പടിക്കുകയും തൻ്റെ സ്വന്തം അളിയനായ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഹുത്തൈമി എന്ന തൻ്റെ അളിയൻ ഇനി വരാൻ പോകുന്ന ഈ കാലഘട്ടത്തിൻ്റെ സംരക്ഷകനാണ്, പ്രവാചകനും ഇസ്ലാമൊക്കെ പറയുന്ന ഇമാം മഹ്ദിയാണ് ഇത് എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ ഒരു ആശയത്തിലേക്ക് തൻ്റെ അനുയായികളെ മുഴുവനും ഈ ജുഹൈമാൻ അൽ ഉത്തൈബി എത്തിക്കുകയാണ്. അങ്ങനെയാണ് ആ 500ഓളം വരുന്ന ആളുകളെ, ഈ ജുഹൈമാൻ അൽ ഉത്തൈബി എന്ന് പറഞ്ഞാൽ വെറും ചില്ലറക്കാരനല്ല എന്നുള്ളതാണ്. സൗദി നാഷണൽ ആർമിയിലെ മുൻ പ്രവർത്തകനാണ് ഈ ജുഹൈമാൻ അൽ ഉത്തൈബി. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാവിധ സ്വാധീനങ്ങളും പരിചയവും കഴിവും ഒക്കെ ജുഹൈമാൻ ഉത്തൈബിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുണ്ടസ എന്ന ഗ്രാമത്തിൽ നടക്കുന്ന അവരുടെ സൈനികപരമായ പരിശീലനങ്ങൾക്കൊക്കെ അതിൻ്റേതായ ഒരു ചിട്ടാവട്ടങ്ങൾ കൈവരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ അളിയനായ ഇമാം മഹ്ദി അവതരിക്കാൻ സമയമായിരിക്കുന്നു. അത് മുഹറം 1 നമ്മൾ മസ്ജിദുൽ ഹറമിൽ വെച്ചിട്ട് അവരെ പ്രഖ്യാപിക്കുകയാണ്. സൗദിയുടെ ഭരണം നമ്മളാണ് ഇനി ഏറ്റെടുക്കേണ്ടത് എന്ന ഒരു തികഞ്ഞ ബോധ്യമായിരുന്നു ജുഹൈമാൻ അൽ ഉത്തൈബിയെ ഈ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത്. ഉടനടി അവരെല്ലാവിധ സായുധ സജ്ജീകരണങ്ങളുമായിട്ട് മസ്ജിദുൽ ഹറമിലേക്ക് ചെല്ലുകയാണ്. ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഈ മസ്ജിദുൽ ഹറമിലേക്ക് എങ്ങനെയാണ് ഇത്രയും മാരകായുധങ്ങൾ അവർ എത്തിച്ചു എന്നുള്ളത് നമ്മളെ വളരെ ത്രസിപ്പിക്കുന്ന ഈ ചരിത്രത്തിലെ മനോഹരമായ രംഗമാണ്. മസ്ജിദുൽ ഹറമിലേക്ക് പലരും അവരുടെ മയ്യത്തുകളെ അടക്കാൻ വേണ്ടിയിട്ട്, മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയൊക്കെ മയ്യത്ത് പെട്ടികളായിട്ട് വരും. അങ്ങനെ ഒരു മയ്യത്താണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു മയ്യത്ത് പെട്ടിയിൽ
ആ ഒരു മാരകായുധങ്ങൾ നിറച്ച് ആ മയ്യത്ത് ചുമക്കുന്നത് പോലെയാണ് ഇത്രയും ആളുകൾ അന്ന് സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ സൗദി നാഷണൽ ഗാർഡിലെ മുൻ പ്രവർത്തകനായതുകൊണ്ട് തന്നെ അവിടെ ഹറമിലുണ്ടായിരുന്ന പോലീസുകാരുമായിട്ടും മറ്റും നല്ല ബന്ധമുണ്ടായിരുന്ന ഈ ജുഹൈമാൻ അൽ ഒത്തൈബി നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഭൂഗർഭ അറകളിലൊക്കെ ഒരുപാട് ഭക്ഷണങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു. മാത്രമല്ല ഹറമിൽ നിരന്തരം പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓരോ രാജാക്കന്മാർ വരുമ്പോഴും അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഹറമിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങൾ ആളുകൾ അക്കമഡേറ്റ് ചെയ്യാൻ വേണ്ടി നിരന്തരം അവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ക്രെയിനുകളിലൊക്കെയാണ് ഇവർ മറ്റായുധങ്ങളും ഭക്ഷണ സാമഗ്രികളൊക്കെ സജ്ജീകരിച്ചത്. അങ്ങനെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെയാണ് ഈ ഒരു ഹറം കീഴ്പ്പെടുത്താനുള്ള അവരുടെ അക്രമം അവർ തുടങ്ങുന്നത്. അങ്ങനെ ആ സുബ്ഹ് നമസ്കാരത്തിന്, ആ മുഹറം 1 സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടി. അങ്ങനെ ആ സുബ്ഹ് നമസ്കാരത്തിന് ശേഷം ഇമാം സലാം വീട്ടിയതോടുകൂടെ അവരുടെ ജുഹൈമാൻ അൽ ഒത്തൈബിയും 500ഓളം വരുന്ന അവരുടെ സൈന്യ സംഘവും അവരുടെ ആക്രമണത്തിന് തുടക്കം കുറിക്കുകയാണ്. തങ്ങളെ എതിർക്കാൻ വരുന്ന ചില പോലീസുകാരൊക്കെ അവർ തൽക്ഷണം വെടിവെച്ചിടുന്നുണ്ട്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ചില ബന്ദികളെയും അവിടെ വന്ന വിശ്വാസികളെയും അവർ വധിച്ചു കളയുന്നുണ്ട്. ഉടനടി അവിടെ ഉണ്ടായിരുന്ന ഹറം മുഴുവനും അവർ വാതിലുകൾ മുഴുവനും ചെങ്ങലയിട്ട് അടച്ച് ബന്ധിക്കുന്നു. മാത്രമല്ല ഇമാമിൻ്റെ കയ്യിൽ നിന്ന് മയക്ക വാങ്ങിയിട്ട് ജുഹൈമാൻ അൽ ഒത്തൈബി പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ ഇമാം മഹദിയുടെ ആളുകളാണ്. എൻ്റെ അളിയനായ മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന ഈ ഒരു വ്യക്തിയാണ് ഇസ്ലാമിക ലോകത്തിൻ്റെ പുതിയ സംരക്ഷകൻ, ഇമാം മഹദിയാണ്. നിങ്ങളെല്ലാവരും വന്ന് അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യണം. ഇസ്ലാമിക ലോകം അത്രയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമാം മഹദി വരും എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എല്ലാവിധ കാരണങ്ങളും സംജാതമായിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന ഈ വ്യക്തിയാണ് കാലഘട്ടത്തിൻ്റെ പുതിയ മഹദി, നിങ്ങൾ അവരെ അനുസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബൈഅത്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മൈക്കിൽ ആദ്യത്തെ പ്രഖ്യാപനം നടക്കുകയാണ്. മാത്രമല്ല മക്കയിലുണ്ടായിരുന്ന മിനാരങ്ങളിൽ മുഴുവനും അതിവിദഗ്ധരായ സ്നൈപ്പറുകളുമായിട്ട് ഈ ഗൺ ഷാർപ്പ് ഷൂട്ടർമാരെ അവർ നിയോഗിക്കുന്നുണ്ട്. അടുത്തേക്ക് വരുന്ന സൗദി പട്ടാളക്കാരെയും പോലീസുകാരെയൊക്കെ അവർ വെടിവെച്ചിടുകയാണ്. ഇങ്ങനെ വളരെ സജ്ജീകരണത്തോടു കൂടെയാണ് അവരുടെ ഈ ഒരു ആക്രമണം പ്ലാൻ ചെയ്യപ്പെട്ടിരുന്നത്. പുറം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നവരറിയുന്നില്ല. സൗദി ഗവൺമെൻറ്റോ ഹറം ഡിപ്പാർട്ട്മെൻറ്റോ എന്താണ് ഇതിനുള്ളിൽ സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ പരിഭ്രാന്തരായിരിക്കുന്ന സമയമാണ്. മുസ്ലിങ്ങളുടെ ഛേദോവികാരമായ കിബിലയായ കഅബയായ ദിവസവും 5 നേരം അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹറമിൽ വെടിവെപ്പ് നടക്കുകയും അത് ബന്ദികളാൽ കീഴടക്കപ്പെടുകയും അത് അക്രമികളാൽ കീഴടക്കപ്പെടുകയും ചെയ്തു എന്ന വാർത്ത ലോക ചരിത്രത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ട് കാട്ടുതീ പോലെ പടരുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ല. അതിനിടയിൽ ഇമാം മഹ്ദി വന്നു എന്നൊരു കിംവദന്തി കൂടെ പരന്നതോടുകൂടെ സൗദി ഗവൺമെൻറ് അവരുടെ പണ്ഡിതരിലേക്കും ലോകത്തെ വലിയ വലിയ പണ്ഡിതരിലേക്ക് ഫത്വയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണ്. ആ കാലത്താണെങ്കിൽ സൗദി കിരീടാവകാശിയായ ഫഹദൊക്കെ മൊറോക്കോയിലും ടുണീഷ്യയിലൊക്കെ അവരുടെ അറബ് പ്രസ് മീറ്റിൻ്റെ ലീഗുകളും മീറ്റിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പലരും രാജ്യത്തിൻ്റെ പുറത്താണ്. ഈ സമയമൊക്കെ അവർ കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ കരുതാം. അങ്ങനെ പ്രധാനപ്പെട്ട ഭരണകർത്താക്കളും സൈനിക ഡ്യൂട്ടിയുള്ള ആളുകളൊക്കെ രാജ്യത്തിൻ്റെ പുറത്താണ്. അവർ പല ജോലികളിൽ മീറ്റിങ്ങുകളിലൊക്കെയാണ്. ആ സമയത്താണ് ഇതുപോലെയുള്ള ആക്രമണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പകരം പല ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ആളുകൾ എടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം നടത്താൻ വേണ്ടി അവർ വരുന്നത്. ഫത്വ നൽകാനിരിക്കുന്ന പണ്ഡിതന്മാരുടെ അടുത്തേക്ക് വന്ന് ഇമാം മഹദി വന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട്, ഇതൊരിക്കലും ഇമാം മഹദി അല്ല. കാരണം ഇമാം മഹദി ഒരിക്കലും ഒരാളെ പോലും കൊല്ലുകയില്ല, ഹറം ഇതുപോലെ കീഴ്പ്പെടുത്തി അതിനെ മറ്റാളുകളിൽ നിന്ന് തടഞ്ഞു വെക്കുകയില്ല എന്നുള്ള ഫത്വ വന്നതോടുകൂടെ ഇവിടെ വന്നിരിക്കുന്നത് ഭീകരവാദികളാണ്. അവരോട് സംസാരിക്കാനുള്ള ഏതെങ്കിലും ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കാത്തിരിക്കുകയാണ്. എന്താണ് അവരുടെ ആവശ്യമെന്നറിയണം, ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി പറയണം. അങ്ങനെ 1-2 ദിവസങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് അവിടെ കൂടിയിരിക്കുന്ന ഈ ഭീകരവാദികളോട് സംസാരിക്കാനുള്ള ഒരു അവസരം ഗവൺമെൻറ്റിന് വരുന്നത്. ആദ്യമായിട്ട് ഗവൺമെൻറ് പറയുന്നത്, നിങ്ങൾ അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായ ആളുകളെയൊക്കെ മോചിപ്പിക്കണം. 50,000-ഓളം ആളുകളെ ബന്ദിയാക്കി വെച്ചുകൊണ്ടാണ് ഹറമിൽ ഒരു നേരം നമസ്കരിക്കാൻ എത്രയോ ആളുകളുണ്ടാവും, അവരെ മുഴുവനും ബന്ദിയാക്കിക്കൊണ്ടാണ് അവർ ഈ ഒരു പ്രയത്നത്തിന് മുതിരുന്നത്. അതുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും മുതിർന്ന ആളുകളെയും ഒക്കെ നിങ്ങൾ ഇതിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് പറയുന്നു. ഉടനടി അവർ ഈ വാദം കേൾക്കുകയും
പിടിക്കുകയും കുറച്ച് ആളുകളെയൊക്കെ മോചിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട പേരിൽ ഒരാൾ അവിടെ ഹറമിലുണ്ടായിരുന്ന ഇമാമായിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് അൽ സുബൈൽ എന്നറിയപ്പെടുന്നവരുടെ ഇമാമായിരുന്നു അവരാദ്യമായിട്ട് മോചിക്കപ്പെട്ട ഒരാൾ. ഈ ഇമാമ് പുറത്ത് വന്നതോടുകൂടെയാണ് ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് പിന്നീട് പുറം ലോകം അറിയുന്നത്. അതിനു മുൻപ് ലോക ചരിത്രത്തിൽ വളരെ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇറാന്റെ മേധാവിയായിരുന്ന ആയത്തുള്ള അൽ ഖുമൈനി പറയുന്നുണ്ട്, ഇത് അമേരിക്കയുടെയും സയനിസ്റ്റ് അക്രമങ്ങളുടെയും ഒരു കൊടിയ തന്ത്രമാണ് എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ലോകത്ത് മുഴുവനും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുകയാണ്. അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ ലോകത്തെ മുഴുവൻ മുസ്ലിം രാജ്യങ്ങളിലും കൊടിയ ആക്രമണം നടക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ അമേരിക്കയുടെ US എംബസി കത്തി നശിപ്പിക്കുന്നുണ്ട്. ലബനാനിൽ ആക്രമണം നടക്കുന്നുണ്ട്. ലോകത്ത് പലയിടത്തും മുസ്ലിങ്ങളുടെ വികാരമായ ഈ ഹറം പിടിച്ചെടുത്ത അമേരിക്കയും അതുപോലെ ഇസ്രായേലുമാണ് എന്ന കിംവദന്തി പരന്നതോടുകൂടെ ഒരുപാട് അക്രമങ്ങളും അതിൻ്റെ പേരിൽ എംബസികൾ തകർക്കലും വളരെയേറെ ചർച്ചാ വിഷയങ്ങൾ പിന്നീട് ലോകക്രമത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷമാണ് പിന്നീട് ഇങ്ങനെ അവിടെ പിടിക്കപ്പെട്ട ബന്ദികൾ പുറത്തു വരികയും ഇവരുടെ ആവശ്യം എന്താണ് എന്ന് അറിയുകയും ചെയ്യുന്നു. അവരുടെ ഒരേ ഒരു ആവശ്യം സൗദി രാജകുടുംബം ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇവരെ കുതൈബികളെ ഭരണകേന്ദ്രത്തിൽ നിയമിക്കണമെന്നും ഇമാം മഹദി വന്നിരിക്കുന്നു, അയാളാണ് ഇനി ലോകം ഭരിക്കേണ്ടത് എന്നൊക്കെയുള്ള പ്രധാന തീരുമാനങ്ങളാണെന്ന് അറിഞ്ഞു. ഉടനടി പണ്ഡിതന്മാരിലേക്ക് ചർച്ചകൾ എത്തുകയും ഇതൊരിക്കലും ഇമാം മഹദിയല്ല, സൗദി രാജകുടുംബം ഒരിക്കലും അവരുടെ ഭരണകൂടത്തിൽ നിന്ന് ഇറങ്ങരുത് എന്നുള്ള കൃത്യമായ പണ്ഡിതന്മാരുടെ അഭിപ്രായം വന്നതോടുകൂടെ ഇനി സായുധപരമായി എങ്ങനെ ഇവരെ നേരിടാം എന്നതായിരുന്നു ചർച്ച. ആദ്യമായിട്ട് സൗദി ഗവൺമെൻറ് ചെയ്യുന്നത് ഇവരെ പട്ടിണിക്കിടാം, അതിന് ഇവരെ കീഴടക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടെയായിരുന്നു ജുഹൈമാൻ ഉത്തൈബിയും സംഘവും വന്നിരുന്നത്. അവരെത്രയോ കാലത്തേക്കുള്ള ഭക്ഷണം പോലും കൃത്യമായ സ്റ്റോർ ആദ്യമേ അവിടുത്തെ ഭൂഗർഭ അറകളിലേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സായുധപരമായ ആദ്യത്തെ ഈ ഒരു ആക്രമണം അത് പരാജയപ്പെട്ടതോടുകൂടെ സായുധപരമായ ആക്രമണത്തിലേക്ക് കടക്കുകയാണ്. പട്ടാളക്കാരും പോലീസുകാരും ഹറമിൻ്റെ സമീപത്തേക്ക് വരുമ്പോൾ പോലും അവിടെ അവർ നേരത്തെ ഏൽപ്പിച്ചിരുന്ന സ്നൈപ്പർമാർ അവരെ എല്ലാവരെയും വെടിവെച്ചിടുകയാണ്. ഹെലികോപ്റ്ററിലൂടെ വന്നുകൊണ്ട് ഹറമിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ച സൗദി മിലിറ്ററികളെ മുഴുവനും ഇതുപോലെ ഈ സ്നൈപ്പർ ഗൺ ഷൂട്ടർമാർ വെടിവെച്ചിടുന്നു. അങ്ങനെ ഒരു തരത്തിലും ഹറമിലേക്ക് അടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എത്തിയിരിക്കുകയാണ്. അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴായിട്ട് വെടിയൊച്ചകളും ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഹറമിലുള്ള ഒരു പുൽച്ചെടിക്ക് പോലും ഒരു പ്രശ്നവും സംഭവിക്കരുത് എന്ന തികഞ്ഞ ബോധ്യമുള്ളിടത്താണ് ഈ ഇമാം മഹദിയാണ് എന്ന വ്യാജ വാർത്തയുമായിട്ട് വന്ന ആൾ ഇത്രയും ആളുകളെ, ചരിത്രം പറയുന്നുണ്ട് 1000-ലധികം ആളുകൾ അവിടെ കൊല ചെയ്യപ്പെട്ടു എന്നത്. അത്രത്തോളം ഭീതിതമായ സാഹചര്യങ്ങളിലേക്ക് ഈ ഇസ്ലാമിക ലോകം കണ്ണു തുറക്കുകയാണ്. പിന്നീട് ഒരു നിലക്കും തങ്ങൾക്ക് അവിടേക്ക് കയറി ചെല്ലാനാവില്ല എന്നറിഞ്ഞതോടുകൂടെയാണ് ഫ്രഞ്ച് സപ്പോർട്ട് സൗദി ഗവൺമെൻറ് തേടുന്നത്. ഫ്രഞ്ച് സൈനികർ വന്നുകൊണ്ട് അവർ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് നിർമ്മിക്കുകയാണ്. മാത്രമല്ല അതിനിടയിൽ പലപ്പോഴായിട്ട് സംഘടനകൾ നടക്കുകയും ഇമാം മഹദിയാണ് എന്ന വ്യാജ പേരിൽ വന്നിരുന്ന ഈ ജുഹൈമാൻ അൽ ഉത്തൈബിയുടെ അളിയൻ ഈ ഒരു വെടിവെപ്പിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇമാം മഹദി ഒരിക്കലും കൊല ചെയ്യപ്പെടില്ല അല്ലെങ്കിൽ മരിക്കുകയില്ല എന്നാണ് ഇസ്ലാമിക വിശ്വാസം. അതിനെതിരായിക്കൊണ്ട് ഈ ഒരു മഹദിയാണെന്ന് പറഞ്ഞ ആൾ ആദ്യമേ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടതോടുകൂടെ അവിടെ ജുഹൈമാൻ ഉത്തൈബിയുടെ സംഘത്തിലുള്ള സൈനികരുടെ ആത്മവീര്യം പോലും ചോർന്നു പോവുകയാണ്. ഇത് മഹദിയല്ല എന്ന് അവർ പോലും തിരിച്ചറിയുന്നു. പിന്നീട് തങ്ങളുടെ ആത്മവീര്യം ചോർന്നതോടുകൂടെ അവർ ഭൂഗർഭ അറകളിലേക്കും ഹറമിലുള്ള മറ്റു മുറികളിലേക്ക് കയറി വാതിലടച്ച് സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഫ്രഞ്ച് സൈന്യത്തിൽപ്പെട്ട വിദഗ്ധരായ ആളുകൾ വന്നുകൊണ്ട് കൃത്യമായ പ്ലാനിങ് ഉണ്ടാക്കുന്നു. ഭൂഗർഭ അറകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുകയാണ്. മാത്രമല്ല വിഷവാതകങ്ങളും അതിൻ്റെ ഭൂഗർഭ അറകളിലേക്ക് തുറന്നു വിടുന്നു. ഉടനടി ക്ഷീണിച്ച അവശരായി മതിയായ മാസ്കുകളൊന്നുമില്ലാതെ അവരെല്ലാവരും നിരുപാധികം ഗവൺമെൻറ്റിന് മുന്നിൽ കീഴടങ്ങുകയാണ്. പലരെയും പോലീസ് വെടിവെച്ചിടുന്നുണ്ട്. 63 ആളുകൾ, ജുഹൈമാൻ അൽ ഉത്തൈബി അടക്കം 63 ആളുകളെ അവർ ബന്ദിയാക്കി ഭീകരവാദികളെ പിടിച്ചടക്കുന്നുണ്ട്. അവരെല്ലാവരും കൊണ്ടുവരുന്നു, ബന്ദികളെ മുഴുവനും മോചിപ്പിക്കുന്നു. ഇസ്ലാമിക ലോകത്ത് വലിയ ഹർഷപുളകിതമായ രംഗങ്ങളിലേക്കാണ് പിന്നീട് ചരിത്രം കാലെടുത്തു വെക്കുന്നത്. ആ ഹറമിനെ മുഴുവൻ നിശ്ചലമാക്കിയ ആ ഭീകരവാദികളെ 14 ദിവസങ്ങൾക്ക് ശേഷം സൗദി ഗവൺമെൻറ് ഫ്രഞ്ച് സൈന്യത്തിൻ്റെ സഹായത്തോടുകൂടെ കീഴ്പ്പെടുത്തുകയാണ്. 1979 ഡിസംബർ 4 ഈ അക്രമികളിൽ നിന്ന് ഈ ഹറം പിന്നീട് മോചിപ്പിച്ചെടുക്കുന്നത്. മസ്ജിദുൽ ഹറമിൽ വെടിവെപ്പ് നടത്തിയതടക്കം 1000-ഓളം അധികം ആളുകളെ, പക്ഷെ 100 കണക്കിന് ആളുകൾ എന്നും മാത്രമാണ് സൗദി ഗവൺമെൻറ് അന്ന് പുറത്ത് വിട്ടിരുന്ന വാർത്ത. പക്ഷേ യഥാർത്ഥ ചരിത്രം എന്തെന്ന് വെച്ചാൽ 1000-ലധികം ആളുകൾ
അന്ന് അവിടെ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇങ്ങനെ ഇത്രത്തോളം ആളുകളുടെ മരണത്തിന് കാരണക്കാരായ ജുഹൈമാൻ ഉത്തൈബി അടക്കമുള്ള ഈ 63 സംഘങ്ങളെ, ഈ ഭീകരവാദികളെ സൗദിയിലെ പല പട്ടണങ്ങളിലായിക്കൊണ്ട് അവർ തലയറുത്ത് കൊല്ലാനുള്ള ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുന്നു. അവരെല്ലാവരും വധിച്ചു കളയുകയും ചെയ്യുന്നു. സോവിയറ്റ് യൂണിയനൊക്കെ ഇത് അമേരിക്കയുടെ ആക്രമണമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിൻ്റെ പേരിൽ പ്രസ്താവന ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ആക്രമണ ചരിത്രം, അല്ലെങ്കിൽ 1979 നടന്ന ഈ ഹറം പിടിച്ചെടുക്കലും അതിൻ്റെ പിന്നിലുള്ള ചരിത്രമൊക്കെ പിന്നീട് മുസ്ലിം ലോക ചരിത്രത്തിൽ തന്നെ, അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് അത് വഴിവെക്കുന്നു എന്നുള്ളതാണ്. കേവലം സൗദിയുടെ ചരിത്രം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ സൗദി ഒരുപാട് യാഥാസ്ഥികമായ അതിൻ്റെ ഉറച്ച വിശ്വാസങ്ങളിലേക്ക് ഈ ഒരു സംഘടന കാരണം പോയി എന്നുള്ളത് നമ്മൾ പിന്നീട് ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സൗദിയിലുണ്ടായിരുന്ന തിയേറ്ററുകൾ, സിനിമാശാലകളൊക്കെ അവർ നിർത്തലാക്കുന്നുണ്ട്. സംഗീത പരിപാടികളും വിനോദ പരിപാടികളൊക്കെ അവരുടെ ടി വിയിൽ നിന്ന് മാക്സിമം അവർ ഉപേക്ഷിക്കുന്നുണ്ട്. സ്ത്രീകൾ മാന്യമായിട്ടുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞതിന് ശേഷം മാത്രം പൊതു നിരത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന കർശനമായ നിയമങ്ങൾ വരുന്നുണ്ട്. സൗദിയിൽ റിലീജിയസ് പോലീസ് എന്ന പേരിൽ അവർ പുതിയൊരു സൈന്യത്തെ തന്നെ പിന്നീട് വിന്യസിപ്പിക്കുന്നു. സ്ത്രീകൾ ജോലിക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവരെ പൊതുസ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കർശനമായ നിയമങ്ങളൊക്കെ സൗദി പിന്നീട് പൂർണ്ണമായിട്ടൊരു യാഥാസ്ഥികമായ ദിശയിലേക്ക് മാറുന്നുണ്ട്. 2018 പിന്നീട് അവിടെ തിയേറ്ററുകൾ വരുന്നതും മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് സംഭവിക്കുന്നത്. അങ്ങനെ ഒരുപാട് യാഥാസ്ഥികമായ കാര്യങ്ങളിലേക്ക് സൗദിയെ തിരിച്ചു കൊണ്ടുപോകാൻ ഈ ഒരു ജുഹൈമാൻ ഒത്തൈബിയുടെ അക്രമം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ലോക ചരിത്രക്രമത്തിൽ തന്നെ ഉസാമ ബിൻ ലാദനും അൽ ഖായിദയും ഒക്കെ രൂപപ്പെടുന്നതും അത് സൗദിക്കെതിരെയും അമേരിക്കക്കെതിരെയും ഒക്കെ തിരിയുന്നത് ഈ ജുഹൈമാൻ ഒത്തൈബിയുടെ ഈ ആക്രമണവും അവരുടെ ആശയവും ഒക്കെ മുതലെടുത്തിട്ടാണ്, അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് എന്ന് ചരിത്രം വളരെ സുവ്യക്തമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ഈ ജുഹൈമാൻ ഒത്തൈബിയുടെ ആശയങ്ങളാണ് ഉസാമ ബിൻ ലാദനെ, അൽ ഖായിദ പോലുള്ള ഒരു ഭീകര സംഘടനയ്ക്ക് തുടക്കം കുറിക്കാൻ പോലും കാരണമായത് എന്ന് നമ്മൾ ഇന്ന് വായിക്കുന്നുണ്ട്. ലോക ചരിത്രത്തിൽ തന്നെ സൗദിയുടെയും ലോക മുസ്ലിം ക്രമത്തെയൊക്കെ അടിമുടി ഉടച്ചു വാർത്ത ഈ ഒരു 1979 ഹറം കീഴ്പ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ളതിൻ്റെ ഭീകരാക്രമണ പ്രവർത്തനങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് കറുത്ത അധ്യായങ്ങൾ കൂടെ അതിൽ അവശേഷിക്കുന്നുണ്ട്. വലിയ വിശദമായ വായനകളും അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതിൻ്റെ യഥാർത്ഥ അന്ന് നടന്ന സംഭവം മാത്രമാണ് നമ്മൾ ഇവിടെ വിവരിച്ചത്. പുതിയ വായനകളിലേക്കും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വഖറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.